ഇത് ലക്ഷ്മിയല്ലേ? ഈ പെണ്ണിനെ അവന്തിക്ക് അറിയാമോ? അറിയാം, നല്ലതുപോലെ അറിയാം. ആരാ ഈ പെണ്ണ്? ഇത് ലക്ഷ്മി, സച്ചിയുടെ പഴയ കാമുകി. അവൻ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി കുറെ നാൾ പുറകെ നടന്നതാ. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അവളെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. അവളിപ്പോ മറ്റൊരാളെ വിവാഹം കഴിച്ച അമേരിക്കയിലാ. പിന്നെ ഇപ്പൊ എങ്ങനെ തിരിച്ചു വന്നു? ഡിവോഴ്സ് ആണോ? അതറിയില്ല. പക്ഷേ ഇവൾ അർച്ചനയ്ക്ക് ഒത്ത എതിരാളി തന്നെയാ. മൂർത്തി, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ മറ്റൊരു പുരുഷനോ സ്ത്രീയോ ഉണ്ടാവാന്ന് പറഞ്ഞ അതിനർത്ഥം ഒരു കുടുംബജീവിതം കുളം തോണ്ടാൻ തുടങ്ങിയെന്നാ. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ഇത് അർച്ചനയ്ക്ക് അയച്ചു കൊടുത്താ പോരെ? സമയമായിട്ടില്ല. അളന്നും കുറിച്ചും വേണം ഇനി ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. ഒരു തോൽവിയുടെ ക്ഷീണം എനിക്കിതുവരെ മാറിയിട്ടില്ല. അത് ശരിയാ. ഇനി ഒരു ചെറിയ യുദ്ധം കൊണ്ട് കാര്യമില്ല. നെല്ലിശ്ശേരിയെയും ആ വീടിനെയും പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവണം. അതിൽ വേണം എല്ലാം പൊട്ടി ഒലിച്ചു പോകാൻ, അല്ലേ? അതെ, സർവ്വതും തകർക്കാനുള്ള ഒരു ഭൂകമ്പം. ഭൂമിയുടെ അറ്റം വരെ ചെന്ന് തുളച്ചു കയറി സർവ്വതും തകർത്തെറിയാനുള്ള ഒരു ആറ്റം ബോംബ്. അതിൽ കുറഞ്ഞൊന്നും ഞാൻ ഇനി ആലോചിക്കുന്നേയില്ല. അതിനുള്ള ആയുധങ്ങൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. പോറ്റി സാറിന്റെ അണിയറയിൽ ആയുധങ്ങൾ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അറിയാം, ഡെവലപ്മെന്റ്സ് പോറ്റി സാറിനെ വിളിച്ചു പറയുന്നുണ്ട്. അതെല്ലാം ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു ദിവസം നെല്ലിശ്ശേരിയിലേക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ പോലെ അവന്തിക കയറി ചെല്ലും. ആ തന്തയുടെ മക്കളുടെ അടിത്തറ ഈ അവന്തിക ഇളക്കും. എന്റെ അച്ഛന്റെ ചോര വീണ് പട്ടുപോയ പടുപാപിയായ ആ സേതുമാധവൻ ഒരു ഫാനിലോ മരത്തിന്റെ കൊമ്പിലോ തൂങ്ങി നിൽക്കുന്നത് എനിക്ക് കാണണം. എല്ലാത്തിനും ഇനി അധിക സമയമില്ല. എനിക്കറിയാം, സമയമായി വരുന്നു. അതിനുവേണ്ടി ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ചെറുബോംബുകളാ ഇതെല്ലാം. സച്ചിൻ ലക്ഷ്മിയും കൂടി ഇനി ഇതുപോലെ കുറച്ചും കൂടി ഇടപഴകട്ടെ. പഴയ ബന്ധം വീണ്ടും ഒരുമിച്ച് ചേരട്ടെ. എന്നിട്ട് വേണം അർച്ചനയുടെ മുന്നിലേക്ക് ഒരു ആറ്റം ബോംബ് പോലെ എനിക്കിതുകൊണ്ടിടാൻ. നെല്ലിശ്ശേരിയിലേക്ക് അവന്തിക വീണ്ടും പടികേറാൻ പോകുന്ന ദിവസം നടക്കുന്നത് കുരുതിയായിരിക്കും. കൂട്ടക്കുരുതി. സന്ദീപേ, എന്താ ഏട്ടാ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ. അമ്മുക്കുട്ടിയെ കാണാതിരുന്നിട്ട് അർച്ചനയ്ക്ക് വല്ലാത്ത വിഷമം. കുറച്ചു ദിവസം അമ്മുക്കുട്ടിയെ വൃന്ദാവനത്തിൽ കൊണ്ടു നിർത്തിയാൽ നന്നായിരുന്നു.